ഒന്നുകിൽ നിങ്ങൾ കുട്ടികൾക്ക് കിസ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് ഒന്നുകിൽ കുട്ടികൾക്ക് കിസ് കിട്ടുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് കിക്ക് കിട്ടും. നിങ്ങൾ ആരെങ്കിലും കുട്ടികളെ ചവിട്ടിയിട്ടുണ്ടോ ജീവിതത്തിൽ ഇതുവരെ? കാലുണ്ടി വിട്ടല്ലേ ചവിട്ടിയിട്ടുണ്ടോ? കിക്ക് ചെയ്ത ഇല്ല. എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഉദാഹരണം കേട്ടാൽ നിങ്ങൾ അധികവും ചവിട്ടലുണ്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ 1ാം ക്ലാസ്സിലെ കുട്ടി വളരെ കഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടുന്നെല്ലാം പെൻസിലും ഇതെല്ലാം സംഘടിപ്പിച്ച്, കളർ പെൻസിലൊക്കെ സംഘടിപ്പിച്ച് ഉമ്മയുടെയോ എടുത്ത് എഴുതി ഇപ്പോൾ ഒരു ചവിട്ട് കിട്ടിയതിന് തുല്യമാണ്. ഇനി വേറൊരു ഉമ്മയുണ്ട് വലിയ, എന്നാൽ കിസ് കൊടുക്കുക എന്നാണ് അർത്ഥം. നെറ്റിയിൽ ചുംബിക്കണമെന്നില്ല. ചിത്രം ഒരു 30 സെക്കൻഡല്ലേ അതിന് വേണ്ടുള്ളൂ. ഇത് വാങ്ങി നോക്കിയിട്ട് ആ ചിത്രത്തിനെ കുറിച്ച് നോക്കിയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ, ഇത് വൈകുന്നേരം വരെ ഈ കലണ്ടറിൻ്റെ മേലെ തൂക്കിയിടെ, അവിടെ നിങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്നത് കിസ്സാണ്. അങ്ങനെ ധാരാളമായി ഇത്തരത്തിലുള്ള പോസിറ്റീവ് സ്ട്രോക്കിന്റെ കിസ്, ടച്ച്, സ്പർശനത്തിലൊരു കിസ്സുണ്ട്, ചേർത്ത് പിടിക്കൽ കിസ്സുണ്ട്, പ്രശംസിക്കുന്നതിൽ കിസ്. ഇനിയും ആരുടേതല്ലോ എടുത്തിന്. ഇപ്പം ഈ കള്ളത്തരത്തിന്റെ കാര്യത്തിൽ പിന്നെ ഉമ്മ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ലൈഫിൽ സന്തോഷമില്ല, പല കാരണങ്ങളെ കൊണ്ട് സന്തോഷമില്ല, അതിന് പല കാരണങ്ങളും ഉണ്ടാവും. ആ കരച്ചിലിൻ്റെ ഇടയിൽ ഉമ്മാൻ്റെ പെരുമാറ്റം മോശമായപ്പോൾ ഭർത്താവിൻ്റെ പെരുമാറ്റവും ഉപ്പാൻ്റെ പെരുമാറ്റവും മോശമായി. ഇപ്പം സങ്കടങ്ങളുടെ ഇടയിൽ തീവ്രവാദത്തിൻ്റെ, അങ്ങനെ പറയാം, തീവ്രവാദത്തിൻ്റെ ഇടയിൽ ബേജാറിൻ്റെയും വെപ്രാളത്തിൻ്റെയും ഇടയിൽ ഈ കുട്ടി ഒരു മനസമാധാനം ഇല്ലാത്ത പിടിച്ചു. ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടുള്ള ചേർത്ത് പിടിക്കലാണെന്ന് കുട്ടി എന്നോട് പറഞ്ഞു. കണ്ടോ, ആ സന്തോഷത്തിൽ ആ കുട്ടിക്ക് മനസ്സിന് സമാധാനം വന്നപ്പോൾ ലൈഫ് തിരിച്ചു കിട്ടി. ലോകത്തിലെ എല്ലാ ആളുകളുടെയും സ്വഭാവം മോശമാകുന്നതിൻ്റെ ഇടയിൽ 2 കാരണങ്ങളായിരിക്കും. ഒന്നുകിൽ വേദന, അല്ലെങ്കിൽ ഭയം. നമ്മൾ ഭാര്യ ഇങ്ങനെ പെരുമാറുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് വക്കീലിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഭാര്യ അങ്ങനെ പെരുമാറാനുള്ള കാരണം ഒന്നുകിൽ ഭയമുണ്ടാകും, അല്ലെങ്കിൽ വേദനയുണ്ടാകും. അത് ക്ലീൻ ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ ഭാര്യ എന്നൊക്കെ പറഞ്ഞ കുട്ടി ഇവനെ ശത്രുവായിട്ട് കണ്ടു, അടുക്കൂല, മുണ്ടൂല, അയാൾ ദേഷ്യം കാണിച്ചു, പ്രശ്നമുണ്ടായി, നഖം കടിക്കാൻ തുടങ്ങി, പായല് മുത്രിക്കാൻ തുടങ്ങി. ഇതെല്ലാം ചില ബിഹേവിയറൽ പ്രശ്നങ്ങളാണ്. ഉമ്മാനോട് ദേഷ്യം, ഉമ്മാനെ അടിക്കാൻ തുടങ്ങി, അടിക്കുമ്പോൾ ഇവൻ കുറച്ചുകൂടി തീവ്രവാദിയായി, ഇപ്പം മൊബൈലിൽ കളിക്കാൻ തുടങ്ങി, കുഴപ്പം കാണിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. എന്നിട്ട് നേരെ, കാരണം ഇവിടെ പ്രശ്നം വേറൊന്നാ, എനിക്ക് കിട്ടാത്ത ഇഷ്ടവും സ്നേഹവും മറ്റേയാൾക്ക് കൊടുത്തിരിക്കുന്നു. ഇനി ആ വീട്ടിൽ കുറേ കഴിയുമ്പോൾ 3ാമത്തെ ഒരു കുട്ടിയും കൂടി ജനിക്കുമ്പോൾ ഉണ്ടൊരു കഥ. 3ാമത്തെ കുട്ടി ജനിക്കലോടുകൂടി 1ാമത്തെ കുട്ടിക്ക് ഒരു സമാധാനമായി. ഇപ്പൊ സ്നേഹമൊന്നും ഇവരുള്ള കഴിവ് ഈ കുട്ടിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നീ അതിനെ കണ്ടുപഠിക്ക്, ഓന് ഇവിടുന്നല്ലേ തരത്തിൽ നമുക്ക് സ്വർഗം കിട്ടില്ല ഉറപ്പാ. ഇതിനയച്ച ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ ഇതിന്റെ ബ്രെയിൻ സിസ്റ്റം മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് നന്നാക്കാൻ, അത് ഓപ്പറേറ്റ് ചെയ്യാൻ, ഇത് ശരിയാക്കാനുള്ള മെക്കാനിക്കൽ ഇന്റലിജൻസ് ഉള്ള കുട്ടിനെ ഓർമ്മയുടെ തലച്ചോറിന്റെ അറ വർക്ക് ചെയ്യേണ്ട സ്ഥാനത്ത് വേണ്ട ജോലിക്ക് പറഞ്ഞയച്ചു. കുട്ടിക്ക് അതാവില്ല. ചില കുട്ടികൾ ടെറസിന് താഴേക്കൊക്കെ വീണ് തുള്ളിക്കളഞ്ഞു, സഹിക്കാൻ പറ്റാട്ട്. നിങ്ങൾ ഓരോ കുട്ടികളുടെയും ബുദ്ധി മനസ്സിലാക്കണം. നിങ്ങളെ കുട്ടി, വീട്ടിൽ വളരുന്ന കുട്ടികൾ വൈവിധ്യങ്ങളുടെ കലവറയാണ്. 10 മിനിറ്റ് അവസാനിപ്പിക്കാം. വക്കീൽ എന്തെങ്കിലും ഇവർക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഓർഡർലെസ് മൈക്കൊക്കെ കൊടുത്ത് നമുക്കൊരു 12 മണിയോട് കൂടി കിട്ടുന്നു. കുട്ടിനെ പോലെ വേറെ കുട്ടി ആകണമെന്ന് എങ്ങനെ ശഠിക്കുന്നത്? അങ്ങനെ ആക്കാൻ പറ്റില്ല. സോ 7ാമത്തെ പോയിന്റ്, കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, കുട്ടികളുടെ വൈവിധ്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ 4ഉം വേറെ വേറെ സ്റ്റൈലാണ്, 4ഉം വേറെ വേറെ രീതിയായിരിക്കും. അതിനെ തിരിച്ചറിയാൻ രക്ഷിതാവിന് പറ്റണം. 4 തരം കുട്ടികൾ ഒരു വീട്ടിൽ നിന്നുണ്ടായി വരാം. ഒരാൾ ചിത്രമൊക്കെ വരച്ച് വലിയൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് നിഫ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് ഇന്ത്യയിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അവിടെ നിന്ന് ഒരാൾ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ലോകത്ത് എവിടെയെങ്കിലും എത്തും. ഒരു കുട്ടി അവൻ വെറും ചിത്ര വരച്ച് അങ്ങോ കണക്ക് ചെയ്യുന്ന ഒരു കുട്ടി IIT എഞ്ചിനീയർ എടുത്തിട്ട് അങ്ങോട്ട് പോയി. ചില ശീലങ്ങൾ നിങ്ങൾ മാറ്റിപ്പിടിക്കൂ. കളിക്കുകയും ഇടപഴകുകയും വർത്താനം പറയുകയും ചെയ്യുന്ന ഒരു വീട്ടിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കൂ. പരസ്പരം പോരടിക്കുകയും തർക്കിക്കുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നതിന് പകരം ഷെയ്ക്കാൻ ചെയ്തിട്ട് വെറുപ്പൊക്കെ മാറ്റിയിട്ട് ചേർത്തു പിടിക്കുന്ന വീടിനെ നിർമ്മിക്കൂ. മക്കളോട് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങൂ. സ്കൂൾ തുറക്കുന്ന നേരത്ത് നിങ്ങൾക്ക് കുറേ പഠിക്കാനൊക്കെ ഉണ്ടാകും, പക്ഷെ കളിക്കാനും ഉണ്ടാകും. നിങ്ങൾക്ക് ഉത്സാഹം ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം. ഈ അവസരത്തിലേക്ക് നീ റെഡിയാകണം. ഉമ്മ കൂടെയുണ്ട്. ഒരാശങ്കയും നിങ്ങൾ കുട്ടികൾക്ക് പങ്കുവെക്കരുത്. കുട്ടി എന്തോ ആയിട്ടുണ്ടാവും, അതിന് കാരണക്കാരൻ കുട്ടിയെ അല്ല എന്നുള്ളത് ഉറപ്പ്, മറിച്ച് സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ അലസത ബാധിച്ച, ദേഷ്യം ബാധിച്ച, ധിക്കാരം ബാധിച്ച, എടുത്തിയാട്ടം ബാധിച്ച കുഞ്ഞിനെ ചേർത്തു പിടിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ ഇമോഷനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
ഒരു കഥയും കൂടി പറഞ്ഞ് ഞാൻ എല്ലാം അവസാനിപ്പിക്കുന്നു. കഥ ഇഷ്ടമില്ലാത്തവരാണോ? കഥ ഇഷ്ടമുള്ളവരാണോ നിങ്ങളെല്ലാവരും? കഥ ഇഷ്ടമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? അല്ലേ? നിങ്ങളിപ്പോൾ എല്ലാം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. മാർച്ച് മാസം ഇങ്ങനെ പോയാൽ എൻ്റെ കുട്ടി എങ്ങനെ SLC പരീക്ഷ ചെയ്യുമെന്നെല്ലാം ചിന്തിക്കണില്ലേ? SLC പരീക്ഷൻ്റെ +2 പരീക്ഷൻ്റെ വാല്യുവേഷൻ ക്യാമ്പിൽ എങ്ങനെയാണ് പേപ്പർ നോക്കണതെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ. ഇതൊന്നും നിങ്ങൾ തീരുമാനിക്കണ്ട. ഒരു കുഞ്ഞു കഥയാണ്. കഥ ഇങ്ങനെയാണ്. രാജകൊട്ടാരത്തിൽ രാജാവ്, അസ്ത്രവിദ്യയിൽ അതിസമർത്ഥനായ രാജാവ്. കഥ കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലാന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് എണീറ്റിട്ടിരുന്നാട്ട് ഒരു 10 സെക്കൻഡ് സമയം എടുത്ത് ശരീരമൊക്കെ ഒന്ന് അനക്കിയിട്ടിരുന്നാട്ട് പ്ലീസ്. എന്നാ ഇരിക്കും. ഇരുന്നു. സ്കൂളിൽ നിന്നാണെങ്കിൽ ടീച്ചർമാർ സ്കൂൾ തുറന്നാൽ ഇനി കുട്ടികളെ എണീപ്പിച്ച് നിർത്തുകയല്ല ചെയ്യുക, കുട്ടികളെ കൊണ്ട് ചാട്ടം ചാടിക്കും. അങ്ങനെയൊക്കെ ചെയ്യുക. ഈ കൊറോണ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഇട്ടാൽ ഫിസിയോതെറപ്പിക്ക് കൊടുക്കൂലേ, അതുപോലെ ഒരു മാസമൊക്കെ ഫിസിയോതെറപ്പിയാണ് നടക്കുക ക്ലാസ്സിൽ. റെഡിനെസ് പ്രധാന, അല്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യില്ല. കഥ ഇതാണ്. രാജകൊട്ടാരത്തിൽ അസ്ത്രവിദ്യക്കാരനായ രാജാവ് ഒരു ദിവസം പുറത്തിറങ്ങി നോക്കുമ്പം കൊട്ടാരത്തിൻ്റെ വലിയ മരത്തിൻ്റെ മുകളിൽ ഒരു വളയുടെ വലുപ്പമുള്ള ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ ആരോ കൃത്യമായി അമ്പെയ്ത് തർപ്പിച്ചു വെച്ചിരിക്കുന്നു. രാജാവിന് ടെൻഷനായി. നമുക്കതാ ചിലത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആവശ്യമില്ലാണ്ട് ടെൻഷൻ വന്ന് നിറയും. രാജാവിന് ടെൻഷനായി. എന്നെക്കാളും വലിയ അസ്ത്രവിദ്യക്കാരൻ ഈ നാട്ടിൽ ആരോ വളരുന്നുണ്ട്. അയാൾ വളർന്നാൽ മിക്കവാറും ദൂരേന്ന് അമ്പെയ്തിട്ട് എൻ്റെ കഴുത്തെടുക്കും. ഉണ്ട്, അവനെ വിടാൻ പാടില്ല. ഉടൻ പ്രഖ്യാപനം വന്നു, അവനെ കണ്ടുപിടിക്കണം, അവനെ പിടിച്ചുകൊണ്ടുവരണം, ഹാജരാക്കണം. രാജകൊട്ടാരത്തിലെ രാജഭടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒരാളെ കണ്ടുപിടിച്ചില്ല. പിറ്റേന്നൊക്കെ ഇത് നടക്കുന്നുണ്ട്. രാജാവ് ടെൻഷനായി, കിടത്തത്തിലായി. സങ്കടം വരുമ്പോൾ നമ്മളറിയാം ടെൻഷൻ കൂടും. ടെൻഷൻ കൂടുമ്പോൾ ആങ്സൈറ്റി ഉണ്ടാവും. ആങ്സൈറ്റി കൂടിയാൽ ഡിപ്രഷൻ ഉണ്ടാവും. ഡിപ്രഷൻ വന്നാൽ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന വലിയ മാനസിക അസുഖം വരും. നമ്മൾ കിടക്കും, അങ്ങനെ നിൽക്കും, അനങ്ങാൻ പറ്റില്ല. രാജാവ് കിടത്തത്തിലായി. കുറെ കാലം കഴിഞ്ഞാലും രാജകൊട്ടാരത്തിൽ ഒരാളനക്കം. അവനെ കിട്ടിയേന്ന് രാജാവ് പെട്ടെന്ന് എണീച്ചു പോയി. കിട്ടിയോ? നോക്കുമ്പോൾ 9 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞു നിക്കർ ഇട്ടിട്ട് രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് നിൽക്കണു. ഇവനെയാ പിടിച്ച്. രാജാവ് ചോദിച്ചു, നീയാണോ ഒരു കുഞ്ഞു ചെറിയ വട്ടത്തിൻ്റെ ഉള്ളിൽ ഇത്ര ദൂരേന്ന് കൃത്യമായി അമ്പെയ്തത്? അങ്ങനെയാണെങ്കിൽ നിന്റെ ഗുരു ആരോ ഒരാളുണ്ടാവും, അയാളെ കണ്ടുപിടിക്കും. രാജാവ് ചെക്കൻ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, എന്ത് അമ്പെയ്യല്? ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊരു ഗുരുവില്ല. ഞാനൊരിക്കൽ രാജകൊട്ടാരത്തിൽ കയറാൻ അവസരം കിട്ടിയപ്പോൾ വീണ് കിടക്കുന്ന ഒരു അമ്പ് ഞാൻ കണ്ടു. ഞാനാകെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു രസത്തിന് ഒരമ്പ് എടുത്തിട്ട് മരത്തിൻ്റെ മേലെ തറപ്പിച്ച് ഒരു ചോക്ക് കണ്ടപ്പോൾ അതെടുത്തിട്ട് അതിന് ചുറ്റും ഒരു വട്ടം വരച്ചു വെച്ച്. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞു. രാജാവ് എന്താ വിചാരിച്ച, ഒരു കുഞ്ഞു വട്ടത്തിൻ്റെ ഉള്ളിൽ അങ്ങുന്ന വിടുന്നോ അമ്പെയ്ത് തറപ്പിച്ച് ഇത്ര ഷാർപ്പായിട്ട് ചെയ്ത ഒരാൾ വളരുന്നുണ്ട്. നമ്മളെ കുഴപ്പതാ, ആവശ്യമില്ലാതെ ചിന്തിച്ച് അതിങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് വെറുതെ മനസ്സമാധാനം കളയും. ഒരാൾ ഇപ്പുറത്തുനിന്ന് ബസ് കാത്തു നിൽക്കുന്നിടത്ത് കാല് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഈ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ചോദിച്ചു, എനിക്കെന്തോ ഒരു ടോയ്ലറ്റിൽ പോകണോ? അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. നിങ്ങൾ ഈ പുഴ ഞാനും കാണുന്നുണ്ട്, എൻ്റെ അപ്പുറത്തൊരു പട്ടിനെ കാണുന്നില്ലേ കെട്ടിയിട്ടിട്ട്, ഞാനും കാണുന്നുണ്ട്. എനിക്കൊരു പ്രശ്നം, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എൻ്റെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, അഥവാ പട്ടിൻ്റെ ചങ്ങല എങ്ങാനും പൊട്ടുകയാണെങ്കിൽ, ഈ പുഴയിലെ വെള്ളം അന്നേരം വറ്റും കൂടി ചെയ്യുകയാണെങ്കിൽ അത് വന്നിട്ട് എൻ്റെ ഏത് കാലിന് കടിക്കുമെന്നും ഏത് ആസ്പത്രിയിൽ കൊണ്ടുപോകുമെന്നും ആരാണ് അതിൻ്റെ ബില്ല് കൊടുക്കുക എന്നും വിചാരിച്ചിട്ടുള്ള ടെൻഷനാണ്. പൊട്ടന്മാര് നാളെയോ എന്തോ സംഭവിക്കാനുണ്ട് എന്നെല്ലാം വിചാരിച്ചിട്ട് ഇപ്പോഴേ ടെൻഷൻ ഇട്ടിട്ട്, നാളെ നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല. നാളെ എന്ന് പറയുന്നത് നാളെ നേരം വെളുത്ത അത് ഇന്നേ ഉള്ളൂ നമ്മളെ മുമ്പിൽ. ഉണ്ടോ നിങ്ങൾ നാളെ കണ്ടിനോ? ഇല്ല. നാളെ നേരം വെളുത്ത അത് ഇന്നാ, പിറ്റേന്ന് നേരം വെളുത്ത അത് ഇന്നാ. നമ്മളെ മുമ്പിലുള്ള ഇന്ന് എന്ന് പറയുന്ന സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്ന വലിയ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോയാട്ടെ നിങ്ങളെല്ലാവരും. എന്നിട്ട് മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചാട്ടെ. ഭാര്യ ആണെങ്കിൽ ഭർത്താവിനെ ഒന്ന് കാത്തു നിൽക്ക്. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തി അല്ലെങ്കിൽ വേഗം മിസ് കോൾ ഇട്ടിട്ട് വിളിപ്പിക്കുക. എന്നിട്ടൊന്നും പറ, ഇന്ന് നല്ല സന്തോഷമായി കേട്ടോ, നമ്മൾ ഒരുപാട് മാറാനുണ്ട്. അപ്പോൾ ഭർത്താവ് പറയും, ക്ലാസ്സിൽ അയച്ചോണ്ട് നന്നായല്ലോ. ആ കുത്തുവാക്കും കേൾക്കാൻ റെഡിയായിട്ട് കേൾക്കാനാ റെഡിയാവേണ്ട, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാകണം. അങ്ങനെയുള്ളൊരു സന്തോഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.